ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെയ് 28 2025 മെയ് 28 നടന്ന പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ PSC കുറച്ച് ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ജനറൽ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇനി വരുന്ന ജൂൺ 30 ഉള്ള HST എക്സാം, ഓഗസ്റ്റ് 7 വരുന്ന HST എക്സാമുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉപയോഗപ്രദമാകും. First question, which of the following is the major objectives of Hriday Plan? A central government scheme started on 21st January 2015. 2015 ജനുവരി 21 സ്റ്റാർട്ട് ചെയ്ത സെൻട്രൽ ഗവൺമെൻറ് പ്ലാനായ സ്കീമായ ഹൃദയ് പ്ലാൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു മേജർ ഒബ്ജക്റ്റീവ്? ഹൃദയ് പ്ലാൻ്റെ മേജർ ഒബ്ജക്റ്റീവ് ടു ടേക്ക് കെയർ ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആൻഡ് ടു മേക്ക് ദീസ് സൈറ്റ്സ് എക്കണോമിക്കലി വയബിൾ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ സംരക്ഷണവും അതിൻ്റെ എക്കണോമിക്കലി വയബിൾ ആക്കുകയും, വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ എക്കണോമിക്കലി വയബിൾ ആക്കുക, അവരെ സംരക്ഷിക്കുക എന്നൊക്കെയായിരുന്നു ഹൃദയ് പ്ലാൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. അത് സ്റ്റാർട്ട് ചെയ്ത് എന്നാണെന്ന് ഇവിടെ ഓർത്ത് വയ്ക്കുക. 2015 ജനുവരി 21. Second question, who among the following is known as the father of Islamic Renaissance in Kerala? ഫാദർ ഓഫ് ഇസ്ലാമിക് റെനൈസൻസ് ഇൻ കേരള ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ലളിതാംബിക അന്തർജനം? ലിറ്റററി ഫിഗേഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അതാണ് എഴുത്തുകാരി, അവരുടെ ഓട്ടോബയോഗ്രഫിയെല്ലാം നമ്മൾ നോക്കി വയ്ക്കണം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ആത്മകഥയ്ക്കൊരു ആമുഖം. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ട്രാവൻകൂർ റയോട്ട്സ്? മാഗ്ന കാർട്ട ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഹു among the following is the founder of Trivandrum Public Library or State Central Library, one of the oldest libraries in India? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറികളിലൊന്നായ ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി യുടെ ഫൗണ്ടർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ സി, കേണൽ എഡ്വാർഡ് കൊഡോജൻ. കേണൽ എഡ്വാർഡ് കൊഡോജനാണ് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുടെ ഫൗണ്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഹു among the following termed കേസരി ബാലകൃഷ്ണ പിള്ളൈ ആസ് സോക്രട്ടീസ് ഓഫ് കേരള? ആരാണ് കേസരി ബാലകൃഷ്ണ പിള്ളയെ സോക്രട്ടീസ് ഓഫ് കേരള എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ, കെ ബാലകൃഷ്ണൻ. കെ ബാലകൃഷ്ണനാണ് പറഞ്ഞത് കേസരി ബാലകൃഷ്ണ പിള്ളയെ സോക്രട്ടീസ് ഓഫ് കേരള എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് പൊൻകുന്നം വർക്കി ഈസ് ഓർ ആർ കറക്റ്റ്? പൊൻകുന്നം വർക്കിയെക്കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പൊട്ടിയ ഇഴകൾ ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഹിം. കറക്റ്റാണ്, നമുക്കറിയാം. പൊട്ടിയ ഇഴകൾ ഷോർട്ട് സ്റ്റോറിയാണ് ആരുടെ? പൊൻകുന്നം വർക്കിയുടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അതും കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ്, ഹി വാസ് ദ സെക്രട്ടറി ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുണ്ട്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും തന്നേക്കുന്നത് കറക്റ്റാണ്. എന്താണ്? പൊൻകുന്നം വർക്കിയെ സംബന്ധിച്ച് കറക്റ്റായ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരുന്നത്. പൊട്ടിയിഴകൾ ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി, പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സെക്രട്ടറി ആയിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദ എബോ. എന്താണ്? 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റായ ആൾ ഓഫ് ദ എബോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഹു among the following was the first president of നായർ സർവീസ് സൊസൈറ്റി? NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാണ്? KK എളപ്പൻ. ഓപ്ഷൻ ബി, KK എളപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ജേർണലിസ്റ്റിക് പബ്ലിക്കേഷൻ ഇൻ മലയാളം? ഫസ്റ്റ് ജേർണലിസ്റ്റിക് പബ്ലിക്കേഷൻ ഏതാണ്? രാജ്യസമാചാരം. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
Question number 10. The National Human Rights Commission (NHRC) organized a meeting of the core group of women on 19th February 2025. Which of the following was the central theme of it? 2025 ഫെബ്രുവരി 19 നടത്തിയത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓർഗനൈസ് ചെയ്ത മീറ്റിംഗ് ഓഫ് കോർ ഗ്രൂപ്പ് ഓൺ വിമൻ. അതിൽ ഏതൊക്കെ ഇതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ സെൻട്രൽ തീം ഓഫ് ഇറ്റ്. അത് സെൻട്രൽ തീം എന്തായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെൻട്രൽ തീം കാണുമല്ലോ. എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. എന്താണ്? എംപവറിങ് ആഷാസ്, സെക്യൂറിങ് ദ റൈറ്റ് ടു വർക്ക് വിത്ത് ഡിഗ്നിറ്റി എന്നതായിരുന്നു 2025 ഫെബ്രുവരി 19 നടന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ഓർഗനൈസ് ചെയ്ത മീറ്റിംഗ് ഓഫ് കോർ ഗ്രൂപ്പ് ഓൺ വിമൻ്റെ സെൻട്രൽ തീമായിരുന്നു എംപവറിങ് ആഷാസ്. ആഷ എന്ന് പറയുന്നത് ഷോർട്ട് ഫോമാണ് ASHAS, ആഷ. സെക്യൂറിങ് ദ റൈറ്റ്സ് ടു വർക്ക് വിത്ത് ഡിഗ്നിറ്റി എന്നതായിരുന്നു അതിൻ്റെ സെൻട്രൽ തീം. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്കും ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഈ മീറ്റിങ്ങുകൾ അത് കണക്കെ ഉള്ളതിൻ്റെയൊക്കെ സെൻട്രൽ തീമൊക്കെ നോക്കി വയ്ക്കണം. അപ്പം 10 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് പറഞ്ഞു. ബാലൻസ് 10 ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡേ. ഓക്കെ, താങ്ക് യു.